പെണ്ണുങ്ങളെ അങ്ങനെ പോവാതെ പാച്ചിന് കൊടുക്കാതെ കൊടുത്തിട്ട് പോ. പാച്ചൻ ചേട്ടന്റെ ഈ ചുങ്കം പിരിവസ്ത്രം നല്ലതല്ല. ഈ അക്രമം ദൈവം പൊറക്കില്ല കേട്ടാ. വേണ്ട. പാവപ്പെട്ട മീൻകാരി പെണ്ണുങ്ങളെ ഇങ്ങനെ പറ്റിച്ച് തിന്നാലേ തലയിൽ ഇടിവെട്ട് കൊള്ളൂ. കൊള്ളട്ടെ. ഇടി, മത്സ്യം ദൈവത്തിന്റെ അവതാരമാണ്. നിങ്ങൾ വല വെച്ച് ദൈവത്തെ പറ്റിച്ച് ജീവിക്കുന്നു. ഞാൻ നിങ്ങളെ പേടിപ്പിച്ച് ജീവിക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കിട്ടെ പാച്ചിന് ആർക്ക് കൊടുക്കാനാ? അമ്മയും ഇല്ല, അച്ഛനും ഇല്ല, പെണ്ണുമില്ല, പെടക്കോഴിയും ഇല്ല. പെടക്കോഴി ഇല്ലാത്തതല്ലേ പാച്ചന്റെ സങ്കടം. പിന്നെ ഇങ്ങനെ പറ്റിച്ചും പേടിപ്പിച്ചും ജീവിച്ചിട്ടുള്ളവരെ ഒടുവിൽ ഓലക്കര കിടന്ന ചത്തിരിക്കുന്ന അറിയാവോ? പെണ്ണാളെ, നിനക്ക് ഉത്സവത്തിനൊടുക്കാൻ ഞാനൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. എനിക്ക് പുഷ്കരൻ ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എപ്പോഴാ ഒന്ന് കാണുന്നത്? പെണ്ണാളിന്റെ ഇഷ്ടം. ഞാൻ കായപ്പുറത്ത് അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോ പുഷ്കരൻ ചേട്ടൻ വരുവോ? ഓ, കാണാം. അയ്യോ അമ്മ. പൊയ്ക്കോ. ഇനിയിപ്പൊ പുഷ്കരൻ നാട്ടിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല. ഒരു ചെറിയ എലിവിഷത്തിന്റെ കടയിട്ട് കൊടുത്താൽ അവനും പെണ്ണാൾക്കും കഴിയാനുള്ള വരുമാനം അതിനകത്ത് കിട്ടിക്കോളും. എലിവിഷമോ പാഷാണമോ എന്ത് കുന്തം വേണേ താൻ തുടങ്ങിക്കൂ. ഞാനൊരു 1000 രൂപ. അതെ, 1000 രൂപ തരും. എടി മാണിക്കേ, നമുക്ക് കല്യാണം കായപ്പുറ അമ്പലത്തിൽ വെച്ച് നടത്തിയാ പോരേടി. നിങ്ങൾ എവിടെ വെച്ച് നടത്തണോന്ന് പറയുന്നോ അവിടെ വെച്ച് നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാ. ഇല്ലേ? നിനക്ക് എപ്പോഴാ രൂപ വേണ്ടേ? സൗകര്യമായി സാവധാനം തന്നേച്ചാ മതിയേ. നീ എപ്പോ വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ 1000 രൂപ അങ്ങ് തരും. 1 2 3 4 5 6 7 8 9 10 1000. ഞാൻ ഈ രൂപ പപ്പുവിന് കൊടുത്താൽ പെണ്ണാളെ എനിക്ക് കിട്ടാതിരിക്കാനാണല്ലോ വഴി. വേണ്ട. പുഷ്കരൻ ചേട്ടാ, റാണാ മുതലാളിയുടെ മോൻ എന്റെ ഒരു പടം എടുത്തു. റാണാ മുതലാളിയുടെ മോനോ? ആ, പ്രതാപചന്ദ്രൻ. ഇന്നലെ ഞങ്ങളെ വീട്ടിൽ കാറിലാ കൊണ്ടുപോയി വിട്ടത്. 1000 രൂപ ശ്രീധരൻ തരുന്ന പിന്നെ ആരാ? എന്റെ പടം എടുത്തിരിക്കുന്നതേ സിനിമ പോലെ നല്ല നിറത്തിലാ. എന്താ ഒന്നും മിണ്ടാത്തത്? ഈ പറഞ്ഞതെല്ലാം വേണ്ടാത്തതായിരുന്നു. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് നിന്റെ വീട്ടുകാരിൽ നിന്നും പണം വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരും തമ്മിൽ സ്നേഹമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എന്ന് വെച്ചാ പുഷ്കരൻ ചേട്ടന് ഫോട്ടോ കടയിടാൻ കാശ് വേണ്ടേ? കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത്? അന്യനാട്ടിലൊന്നും പോവാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നാട്ടിൽ എന്തെല്ലാം പണിയുണ്ട്. റാട്ടിൽ കയറ് പിരിക്കാം, കേവ് വെള്ളം ഊന്നാം, ചുമട് ചുമക്കാം, പിന്നെ മീൻ പിടിക്കാൻ പോകാം. അതെന്താ പെണ്ണാൾ ചിരിക്കുന്നത്? കൊള്ളാം. ഇതൊക്കെ എന്റെ ചേട്ടൻ ചെയ്യുമെന്നോ? പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോ ചീനവലിക്ക് ഒരു കൈ പിടിച്ചു കൊടുക്കാൻ കുറച്ചിലായിട്ടല്ലേ ചേട്ടൻ നാട് വിട്ടു പോയത്? അത് ശരിയാ പെണ്ണാൾ. 10 ക്ലാസ് പഠിച്ചപ്പോ ജാതി തൊഴിൽ ചെയ്യാനൊരു മടി. വീട് വിട്ടിറങ്ങിയപ്പോഴാണ് ഈ ജോലിയുടെ മഹത്വം മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഏത് ജോലി ചെയ്യാനും എനിക്ക് ഒരു മടിയുമില്ല. അശ്വതേ, ആ പാച്ചൻ ചേട്ടൻ വരുന്നു. നമുക്ക് അങ്ങോട്ട് മാറി. നീ എന്തിനാ ഊച്ചാളി പാച്ചിനെക്കെട്ട് ഇങ്ങനെ ഭയപ്പെടുന്നത്? അയാൾ എന്നെ കാണുമ്പോ ഒരുമാതിരി. ആഹാ, എന്നാൽ ഇന്ന് അവനെ രണ്ട് കൊടുക്കണമല്ലോ. പക്ഷെ വേണ്ട, അയാൾ ഒറ്റ കുത്തിന് 5-6 പേരെ കൊന്നവനാ. കൊല്ലും. പിന്നെ നീ ആ തെങ്ങിന്റെ മറവിൽ ചെന്ന് കുറച്ചു നേരം മറഞ്ഞു നിൽക്കാൻ, ഞാൻ ഇവിടെ മറഞ്ഞു നിൽക്കാൻ. ചെല്ല്. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. പറയുന്ന പോലെയൊക്കെ ചെല്ല്. ഇതാര്? പെണ്ണാളെ, ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നീ ആ പുഷ്കരനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് കേട്ടു. അവനാണ് നല്ലവനാ. എന്നോളം മിടുക്കനല്ലെങ്കിലും അവനാള് വളരെ നല്ലവനാ കേട്ടോ. പാച്ചൻ ചേട്ടൻ എന്റെ കല്യാണത്തിന് വരുമോ? പിന്നെ ഞാൻ കല്യാണത്തിന് വരാതിരിക്കുവോ?
പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് നിനക്ക് പേടിക്കാനും ഒന്നുമില്ല. നീ എന്റെ ആ കമ്പനി വരെ ഒന്ന് വരണം. എന്റെ ഒരു ആശയാ. എന്നെ തല്ലിവിടാ. ഈ കരപ്പുറത്ത് തല്ലാൻ ആളുണ്ടായി അല്ലേടാ? പാച്ചൻ ചേട്ടാ, പിച്ചാത്തി കാണിച്ചും മീശ പിരിച്ചും എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. 5-6 പേരെ ഒരുമിച്ച് കൊന്നവനാണ് ഞാൻ. നീ മിടുക്കനാടാ. പാച്ചനെ തല്ലിയ വിവരം മാത്രം നീ ആരോടും പറയരുത്. ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അതെ, കത്തിച്ച് നീ തന്നെ ഒന്ന് കത്തിച്ച്. അച്ഛനപ്പോ വരും? സിലോണിൽ പോയിരിക്കുക, ഒരാഴ്ച കഴിഞ്ഞ് വരും. ശരി. നീ എന്ന് തല്ലിയ പപ്പു ഇല്ലേ? ഞാൻ അത്ര ശക്തിയിൽ തന്നില്ല, അവൻ എന്റെ ഇവിടെ ഇടിച്ചപ്പോ ഞാൻ അതല്ലടാ അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ആ ഇരിക്കണം. അയ്യോ, ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. പപ്പുചേട്ടൻ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. പപ്പുച്ചേട്ടന് തരാൻ വേണ്ടി 1000 രൂപ ഞാൻ അലമാരയിൽ നിന്ന് എടുത്തതാണ്. അത് അങ്ങോട്ട് തന്നെ വെച്ചു. ഞാൻ പപ്പുച്ചേട്ടന് രൂപ തരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സ് എന്നോട് ഇങ്ങനെ മന്ത്രിച്ചു, നീ എന്തിനു രൂപ കൊടുക്കണം, നിനക്ക് എന്തുകൊണ്ട് പെണ്ണാളെ കല്യാണം കഴിച്ചുകൂടാ എന്ന്. അയ്യോ കൊച്ചുകാളി, എന്തുമായി പറയുന്നു? ഞങ്ങളെ ചോദിക്കരുതേ. നിങ്ങൾ എന്നെ മുതലാളിയൊന്നും വിളിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ അച്ഛ എന്ന് വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരിക. പെണ്ണാളെ കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സ്. എന്റെ മുതലാളി, അങ്ങനെ പറയരുത്. എന്റെ മോള് പെണ്ണാളും എന്റെ കൂട്ടുകാരന്റെ മോൻ പുഷ്കരനും തമ്മില് കൊച്ചുനാളിലെ വലിയ സ്നേഹത്തിലാ. പപ്പുച്ചേട്ടൻ നല്ലപോലെ ആലോചിക്കൂ. എന്റെ മനസ്സോട് കൂടി അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അയ്യോ കൊച്ചുമാളി, അങ്ങനെ പറയരുത്. നല്ലപോലെ ആലോചിക്കും. ഞാനിങ്ങോട്ട്. ഓ
സംഭവം എന്റെ തലയിട്ടുന്നു. കൊച്ചു മുതലാളി എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു? അയ്യോ, പെണ്ണാളിന്റെ ജാതകം കുറിച്ച കണിയാർ അന്നേ പറഞ്ഞതാ അവക്ക് രാജയോഗമാണെന്ന്. ആ കോന്തിയോടിച്ച് എന്തോ പറയും, 1000 രൂപ സ്ത്രീധനം കൊടുക്കാമെന്ന് പറഞ്ഞു ഒപ്പിച്ചും പോയി. കൊച്ചു മുതലാളി കാശ് വിട്ടു തരത്തില്ല. സർപ്പക്കാവിൽ കയറി കാർക്കിച്ചവരായി തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യോ. എനിക്കൊരു സംഭവം, നീ വെള്ളം ചുട്ടത്, നീ ഒന്ന് വീശ, എന്നെ ഒന്ന് വീശ. അയ്യോ, എന്തൊരു സംഭവം. ഒന്നുമില്ല മോളെ, അച്ഛനെ ഒരു വ്യാധി ഉരുട്ടല്ലേ. ഞാൻ പുഷ്കരൻ ചേട്ടനോട് പറഞ്ഞ് വൈദ്യുതി വിളിപ്പിക്കട്ടെ അമ്മേ. കാര്യമൊക്കെ ശരി, കല്യാണമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ചെയ്യാം. പറഞ്ഞതും തൊട്ടായും പിടിച്ചാലൊക്കെ പുഷ്കരൻ ചേട്ടൻ പുഷ്കരൻ പുഷ്കരൻ ചേട്ടൻ ഞാൻ നോക്കിക്കോളാം. നീ എന്നെ ഒന്ന് പറഞ്ഞ് ഉപദേശിക്കുക. ഞാൻ ചോദിക്കുന്നു, നമ്മളിൽ എന്തോ എടുക്കുമെന്നാ പറയുന്നത്. കുറച്ചു പോയാൽ കാശ് കൊണ്ട് തരത്തില്ല, കോന്തിയോട് പറഞ്ഞു പോയി പുഷ്കരൻ. ഇപ്പൊ നീ പുഷ്കരൻ പുഷ്കരൻ. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിയില്ല. അങ്ങോട്ടൊന്ന് നോക്കിക്കേ, നിന്റെ മോനും ആ പെണ്ണാളങ്ങനെ ചെയ്യുന്ന വിദ്യയുണ്ടോ? അല്ലേ, വലിയ ടെലിവിഷനിൽ സിനിമ പിടിപ്പിക്കുന്ന എന്റെ മോനെ കൊണ്ട് ഇപ്പൊ കമ്പാവലിയൊന്നും മരിപ്പിക്കണ്ടല്ലോ. അവനെ കൂടി വിളിച്ചേ. എടീ, മീൻ പിടിക്കാത്തവർക്കും മീൻ പിടിക്കുന്നത് കണ്ടാ കുളിരേറും. മീനിന്റെ ഗുണം അതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കണ്ടാ കൊള്ളാവുന്ന പെമ്പിള്ളേർക്ക് മീനാക്ഷി എന്ന് പേരിടുന്നത്. അത് നിനക്കറിയാവല്ലോ. എടാ പപ്പുവേ, ഞാൻ നിന്റെ മോളും മരുമോനും കൂടെ ചെയ്യുന്ന വിദ്യ നോക്കിയാൻ. എടാ ശങ്കര, ഇവിടെ ചില തേങ്ങാ വിരിച്ചിലൊക്കെ കാണുന്നുണ്ടല്ലോടാ. അതെ, അതോ തേങ്ങ കൊഴിഞ്ഞു വീഴുന്നതാണോ? കൊഴിച്ചിലാണേ. ആ, നീ ഏതാടാ കൊച്ചനെ? ഞാൻ കോന്തിയുടെ മകൻ പുഷ്കരൻ. ഓ, കോന്നിയുടെ മകൻ പുഷ്കരൻ. ഇവളേതാടാ? ഇത് പപ്പുച്ചേട്ടന്റെ മകൾ പെണ്ണാള്. ആ, നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? അയ്യോ, ഇവിടെ പറയാതെ കല്യാണം നടത്താനോ? ഞങ്ങൾക്ക് ഒരു 100 മണൽ ഓല വേണം. പന്തലിടാനായിരിക്കും അല്ലേ? അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ചാർത്തിറക്കി കെട്ടാനാ. ഓ, ചാർത്ത്. ചാർത്ത്. ശങ്കര, ഓലക്കൊക്കെ ഇപ്പൊ വലിയ വിലയാ. പക്ഷെ നീ ഒന്നും തരണ്ട, വീട്ടിൽ വന്ന് വലിച്ചോണ്ട് പോയിക്കോ. വലിയ ഉപകാരം. ചാർത്തിന്റെ കാര്യം പറയാൻ നാണമില്ലേ? ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? ലോകത്ത് നടപ്പില്ലാത്തതാണോ? നീ വാ. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വെറുതെ തല പുകയുന്നത് എന്തിനാ? ഞാനേ ഒരു ബുദ്ധി പറഞ്ഞു തരാം. എന്റെ ബുദ്ധി നിന്റെ കൈയിരിക്കട്ടെ. നിനക്ക് ബുദ്ധി പറഞ്ഞു തരാനല്ല അറിയാമോ, ഞാൻ ബുദ്ധി ചെയ്യാൻ പോവാ. കൊച്ചുമാരെ ചെന്നുകൊണ്ട് ഞാൻ പറയും, പിന്നെ ഞങ്ങളെ പെണ്ണിന്റെ കല്യാണം ഞങ്ങൾ തൽക്കാലം മാറ്റി വയ്ക്കാം. പക്ഷെ ഈ പുഷ്കരന് അന്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താൽ അവനെ ഇവിടുന്ന് അങ്ങ് അകറ്റണം. അത് കഴിഞ്ഞാ പെണ്ണിന്റെ മനം മാറ്റിയെടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും പറയും. മുടിഞ്ഞു പോകാൻ ഇത് തന്നെയാ ഞാനും കണ്ട ബുദ്ധി. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും തന്ത ഒന്നായിരിക്കുമോ? ഒരു 100 മണി തൊണ്ട് വാങ്ങിച്ച് ആ പെണ്ണാണ് തല്ലാൻ പറ. അല്ലാതെ കാലിൽ ഇങ്ങനെ തിരികെ കളിക്കുന്നവരെ തുള്ളി കളിക്കുന്നു. പപ്പു, നിനക്കെന്തോ അസുഖം എന്ന് പറയുന്നത് കേട്ടല്ലോ. അസുഖമാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ നോക്കൂ. കല്യാണം ഇനി ഒന്ന് അടുത്തില്ലയോ? ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഇത് ഞാൻ ഊണമില്ല ഉറക്കവുമില്ല, ഇങ്ങനെ അങ്ങ് നടക്കുക. എന്റെ പാറു, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഓർക്കുമ്പം ഞങ്ങളുടെ ചങ്ക തകരുന്നത് ഇല്ലയോ? വിശേഷിച്ച് ഞങ്ങൾ നിങ്ങളോട് സ്വീകരണം ചോദിച്ചെന്ന് പറഞ്ഞ് പുഷ്കരൻ വന്ന അന്ന് മുതൽ ഗർഭിച്ചിരിക്കുക. അതെ, അത് തന്നെ ഞങ്ങളും ആലോചിക്കുന്നത്. 1000 രൂപ ശ്രീധരൻ തരാമെന്നും പറഞ്ഞ് കല്യാണം നിശ്ചയിച്ചു. പക്ഷെ ഈ പെണ്ണിനെ പോറ്റാൻ ചെറുക്കൻ എന്താ ഒരു വഴി? ഇതെന്തോ ഒരു പുതിയ ചോദ്യം ചോദിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ചീരവലയില്ലയോ, അത് വിറ്റിട്ടെങ്കിലും അവനൊരു ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാമല്ലേ? ആ, എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാ മതി. വെറുതെ എന്തിനാ നല്ലൊരു പെണ്ണിനെ പിടിച്ച് അന്തകൂപത്തിലാക്കുന്നത്? എന്നെ തല്ലി ഇവരൊന്നും ജീവിച്ചിരുന്നില്ല കുഞ്ഞെ. അപ്പോ പുഷ്കരൻ ഇപ്പൊ മരിച്ചു കാണുമല്ലേ? കഴിഞ്ഞേ, അപ്പോഴല്ലേ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അയാൾ എന്തിനാ നിങ്ങളെ തല്ലിയത്? ആ പപ്പുവിന്റെ മകൾ പെണ്ണാളിനോട് ഞാൻ ഒരു കളിതമാശ പറഞ്ഞു. പപ്പുവിന്റെ മകളോട് തമാശ പറയുന്നവരെയൊക്കെ പുഷ്കരൻ അടിക്കുമോ? അത് തന്നെയാണ് പാച്ചിൽ അറിയണത്.
ഞാൻ പോയി അവനെ കൊല്ലും കുഞ്ഞെ. നിന്നെ തല്ലിയവരോട് നീ പകരം വീട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പപ്പുവിന്റെ മകളോട് കളി തമാശ പറയരുത്. അല്ല, അങ്ങനെ കുഞ്ഞിന് വല്ല ആശയുണ്ടെങ്കിൽ പാച്ച് സഹായിക്കാമല്ലോ. ഒരു 10 രൂപ വേണമായിരുന്നു. വെള്ളം കുടിച്ചില്ല. നിന്റെ സഹായമൊന്നും വേണ്ട. ഇതാ 10-ന് 20 തരാം. അപ്പോ നിന്നെ തല്ലിയവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലല്ലോ. ഇല്ല കുഞ്ഞെ. മിടുക്കൻ മിടുക്കൻ. ആ എടാ പാച്ചൻ, പാച്ചൻ പേടിപ്പിച്ചു അല്ലേ? ഞാൻ പാച്ചനെ പേടിപ്പിച്ചു. എന്തായി നമ്മുടെ കാര്യങ്ങൾ? ആണോ പെണ്ണോ? ആണും പെണ്ണും അല്ലാത്ത ഒരു അവസ്ഥയിലായി ഇപ്പോഴത്തെ ഇരിപ്പ്. ആണാവൂല്ലോ. കേറും.